അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റജബ് മാസത്തിലാണ് നാം ഉള്ളത്. റമദാനും ഷഅബാനും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. അള്ളാഹു റജബിലും ഷഅബാനിലും ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. റമദാനിനെ അള്ളാഹു തആല നമുക്ക് എത്തിച്ചു തരുമാറാവട്ടെ. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാനിൽ നമുക്ക് തറാവീഹ് നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് പിടിക്കണം, മറ്റുള്ള നിസ്കാരങ്ങൾ ഇബാദത്തുകൾ ഒക്കെ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യാം. റജബ് മാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് 27ാമത്തെ ദിവസം. എല്ലാവർക്കും അറിയാം, മിഅ്റാജിൻ്റെ ദിവസം, ഇസ്റാ മിഅ്റാജ് നടന്ന ദിവസമാണ്. ആ റജബ് 27-ന് നമുക്ക് നോമ്പ് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചവരാണ് അല്ലേ. നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു ദിവസം കൂടിയാണല്ലോ. തർക്കങ്ങൾ ഒരു ഭാഗത്ത് നോമ്പ് സുന്നത്തില്ല എന്നും നോമ്പ് പിടിക്കേണ്ടതില്ല എന്നൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അത് എല്ലാ വർഷവും അത്തരം തർക്കങ്ങളും ചർച്ചകളും നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ ഒരു കൂട്ടർ അതിനായിട്ട് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് നമുക്ക് തർക്കമില്ല. നമുക്ക് നമ്മുടെ പൂർവികന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ഫുഖഹാക്കൾ, നമ്മുടെ ഇമാമുകൾ, നമ്മുടെ മഹാന്മാർ, നമ്മുടെ മശായിഖന്മാർ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു യഥാർത്ഥ വഴിയിലൂടെ നാം സഞ്ചരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മരണം വരെ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അവസാനം ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായാലും അത്തരം തർക്ക വിഷയത്തിലേക്ക് നാം ചിന്തിക്കുന്നില്ല. നാം പരിശുദ്ധ റജബ് 27-ൻ്റെ ആ ഒരു ദിവസം വലിയ ബഹുമാനത്തോടെ കാണുന്നു. അന്നത്തെ ദിവസം നോമ്പ് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചവരാണ്. എന്നാൽ ഈ വർഷത്തെ റജബ് 27-ന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അഥവാ ഈ വർഷത്തെ റജബ് 27 വ്യാഴാഴ്ച ദിവസമാണ് അല്ലേ. വ്യാഴാഴ്ച ദിവസമാണ് റജബ് 27 ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ ആഴ്ചയിലും 2 ദിവസം നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും. ഈ 2 ദിവസവും നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. ആ ഒരു ദിവസത്തിൽപ്പെട്ട ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അത് റജബ് 27ാമത്തെ ദിവസമായിട്ട് വരുമ്പോൾ ഏതായാലും മിഅ്റാജിൻ്റെ നോമ്പ് എന്തായാലും നാം പിടിക്കുന്നുണ്ട്. കാരണം യുസ്തഹബ്ബു സൗമു യൗമിൽ മിഅ്റാജ്, മിഅ്റാജ് ദിവസത്തിൻ്റെ നോമ്പ് സുന്നത്താക്കപ്പെട്ടതാണ്. ആ ഒരു നോമ്പോട് കൂടി വ്യാഴാഴ്ചൻ്റെ നോമ്പ്. അതോടൊപ്പം എല്ലാ മാസത്തിലും 27, 28, 29 3 ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അപ്പം അതിൽപ്പെട്ട ഒരു ദിവസമല്ലേ 27. അങ്ങനെ എല്ലാ മാസത്തെ 27ാമത്തെ ഒരു ദിവസം പോലെ റജബ് മാസം 27ാമത്തെ ദിവസത്തിനെയും കൂടി നാം നമ്മുടെ നോമ്പിൽ കരുതുന്നു. അതോടൊപ്പം മിഅ്റാജിൻ്റെ നോമ്പും അതോടൊപ്പം വ്യാഴാഴ്ചൻ്റെ നോമ്പ്, ഇങ്ങനെ 3 നോമ്പ് ഒരൊറ്റൊരു ദിവസം കൊണ്ട് 3 നോമ്പും ഒന്നിച്ച് പിടിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു നോമ്പാണ് ഈ വർഷത്തെ മിഅ്റാജിൻ്റെ നോമ്പ്. അതുകൊണ്ട് നോമ്പ് പിടിക്കുന്നവരൊക്കെയും മറന്നു പോകരുത്. വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ്, അതേപോലെ തന്നെ എല്ലാ മാസത്തിലും സുന്നത്താക്കപ്പെട്ട 27ാമത്തെ ദിവസത്തിൻ്റെ നോമ്പ്, അതേപോലെ തന്നെ റജബ് 27 മിഅ്റാജ് ദിവസത്തിൻ്റെ സുന്നത്ത് നോമ്പ് എല്ലാം കൂടി കരുതി ഒരൊറ്റ ഒരു ദിവസം കൊണ്ട് 3 നോമ്പിൻ്റെ പ്രതിഫലം, 3 നോമ്പിൻ്റെ ആ സവാബ് കൂലി നമുക്ക് വാങ്ങാൻ കഴിയണം. അത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ആ നല്ല ചിന്തയോടെ നല്ല നിയ്യത്തോടു കൂടി ഈ 3 നോമ്പും കരുതിക്കൊണ്ടാവട്ടെ ഈ വർഷത്തെ റജബ് 27ാമത്തെ നോമ്പ് അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്നും കബൂല് ചെയ്യുമാറാവട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ അവസരവും തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.